നമസ്കാരം. ഇന്ന് രാവിലെ മുതൽ നിങ്ങളൊക്കെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. 100 രൂപ ചാലഞ്ച്. പാനൂർ പത്തായക്കുന്ന് വള്ളിയായിലെ അമ്മയമോളെ സഹായിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാനിന്ന് ആ വീട്ടിൻ്റെ മുമ്പിലാണുള്ളത്. ഏതാണ്ട് 4 വർഷങ്ങൾക്ക് മുമ്പാണ് അമ്മയമോൾക്ക് തലച്ചോറിന് അസുഖം വന്നത്. അതിൻ്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ആ കുട്ടി കൊറോണ എന്ന് പറയുന്ന രോഗം പിടിപെട്ടത്. കൊറോണ കുറച്ച് കാര്യമായി മാറുകയും ഇപ്പോൾ മിംസ് ഹോസ്പിറ്റലിലെ ഐസൊലേഷൻ വാർഡിൽ കിടക്കുകയാണ്. ഒരു ദിവസം ഏതാണ്ട് 50,000 രൂപയോളം ചിലവുണ്ട് ആ കുട്ടിക്ക്. ആ കുട്ടിയെ സംരക്ഷിക്കേണ്ടത് ഈ നാടിൻ്റെ ഉത്തരവാദിത്തമാണ്. ഏതാണ്ട് 25 ലക്ഷം രൂപയോളം ചികിത്സ വേണ്ട ഒരു അസുഖത്തിനടിമയാണ് ആ കുട്ടി. കാരുണ്യം പറ്റാത്ത മലയാളികളുടെ മുന്നിലേക്ക് ഈ വാർത്ത ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. കേരളത്തിൻ്റെ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചർ ഈ കുട്ടിക്ക് 2 വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ സഹായങ്ങൾ ചെന്നിട്ടുണ്ട്. തീർച്ചയായും നിയുക്ത ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ ശ്രദ്ധയിലും ഞങ്ങൾ ഈ വാർത്തപ്പെടുത്തുകയാണ്. കനിവ് പറ്റാത്ത മനസ്സുകളുടെ കാരുണ്യമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കൂത്തുപറമ്പിനടുത്തെ വള്ളിയായിലെ അമ്മയുടെ ദയനീയാവസ്ഥ ഇന്നലെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. 100 രൂപ ചാലഞ്ചിലൂടെ കൈകോർക്കാം ഈ പൊന്നുമോൾക്ക് വേണ്ടി എന്ന ഹാഷ്ടാഗോടെയായിരുന്നു സഹായാഭ്യർത്ഥന. ഇതിനെ തുടർന്ന് നിരവധി ആളുകളാണ് കുരുന്നിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ പങ്കാളികളായത്. തലച്ചോറിലെ അസുഖത്തോടൊപ്പം കോവിഡ് ബാധയും ഉണ്ടായതോടെയാണ് അമ്മയുടെ അവസ്ഥ മോശമായിട്ടുള്ളത്. ന്യൂമോണിയ ബാധയെ തുടർന്ന് ഏതാനും ദിവസങ്ങളായി കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിലാണ് കഴിയുന്നത്. വർഷങ്ങളായി തിരുവനന്തപുരം ശ്രീചിത്ര ഉൾപ്പെടെയുള്ള ആശുപത്രികളിലെ ചികിത്സയെ തുടർന്ന് വൻ തുകയാണ് അമ്മയുടെ കുടുംബത്തിന് ചെലവായിട്ടുള്ളത്. കോഴിക്കോട് മിംസിൽ അഡ്മിറ്റ് ആയ സമയത്ത് ആദ്യം ICUലായിരുന്നു 2-3 ദിവസം. അതിനുശേഷം രോഗം നന്നായിട്ട് കൂടിയതിനെ കൊണ്ടാണ് ഇപ്പോൾ വെന്റിലേറ്ററിലേക്ക് മാറ്റിയത്. വെന്റിലേറ്ററിലായിട്ട് ഇപ്പോൾ 5 ദിവസം ആവാറായിട്ടുണ്ട്. അപ്പോൾ ഭാരിച്ച ചിലവ് തന്നെയാണ്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും താങ്ങാൻ പറ്റുന്നതിലും അധികം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. രോഗം ഭേദമാകാൻ ഇനിയും 25 ലക്ഷത്തോളം രൂപ വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. ബസ് തൊഴിലാളിയായ സുമേജിന്റെയും സിന്ധുവിന്റെയും മകളായ അമ്മയുടെ കുടുംബത്തിന് ഇത്രയും തുക കണ്ടെത്താനുള്ള സാമ്പത്തിക ശേഷിയില്ല. ഇതിനെ തുടർന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ സഹായ അഭ്യർത്ഥനയുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടുള്ളത്. ഇന്ന് രാവിലെ നമ്മളൊരു 100 രൂപ ചാലഞ്ച് എന്നുള്ള രീതിയിൽ ഒരു സോഷ്യൽ മീഡിയ മുഴുവൻ ഇട്ടുകൊണ്ട് നമ്മൾ സഹായം ചോദിച്ചിട്ടുണ്ട്. നാട്ടുകാർ എന്ന നിലയിലും നമ്മൾ പരമാവധി ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് പുറമെ നമുക്ക് ഇനി വലിയൊരു തുക വേണ്ടുന്നൊരു സാഹചര്യം ആയതിനാൽ നമ്മൾ നാട്ടുകാരും നമ്മൾ അയൽ ജില്ലക്കാരും അടങ്ങുന്ന എല്ലാവരും ഒന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഈ പോസ്റ്റിനെ ഒന്ന് വിപുലമാക്കി ആ 100 രൂപ ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്ന സഹായ നിധിയിലേക്ക് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മൊകേരി രാജീവ് ഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥിയായ അമ്മയുടെ അവസ്ഥ നേരത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന കെ ശൈലജ ടീച്ചറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് ചെറിയ സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നു. ഇതിനിടയിൽ വിഷയം പുതുതായി ചുമതലയേറ്റെടുത്ത ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ശ്രമവും നടന്നുവരുന്നുണ്ട്. നന്മ പറ്റാത്ത ഉദാരമനസ്കരുടെയും സർക്കാരിന്റെയും കാരുണ്യ സ്പർശത്തിനായി കാത്തിരിക്കുകയാണ് അമ്മയുടെ കുടുംബം. മീഡിയ 4 കൂത്തുപറമ്പ്.